സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും ശാലോം ടി വി പ്രേക്ഷകർക്കേറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. പിതാവേ, ഞാൻ ജോസ്ബിൻ ഈറ്റയ്ക്കൽ, ചെമ്പേരി ഇടവകാംഗമാണ്. എൻ്റെ സംശയം ഇതാണ്: നമ്മളെ ക്രിസ്തുവിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണെന്നും അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപും ശേഷവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്നും മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വിരളമായി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? യെസ്, ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതം തീർച്ചയായും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ്, പ്രചോദിതമാണ്. പരിശുദ്ധാത്മാവാണ് വ്യക്തിയെ നയിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന സത്യമാണ്. കാരണം ഈശോ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 14:26 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഈശോ പാരക്ലേത്തോസ്, സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുക. ഈശോ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വിടവാങ്ങൽ പ്രസംഗം എന്നറിയപ്പെടുന്ന 14, 15, 16, 17 അധ്യായങ്ങളിൽ പലവട്ടം ആവർത്തിക്കുന്ന സത്യമാണ്. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് വരും, അവൻ വന്ന് നിങ്ങളെ നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, അതുപോലെ തന്നെ സത്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നു. സത്യാത്മാവ് വരുമ്പോൾ ഒന്നും പുതിയതായി പഠിപ്പിക്കുകയല്ല, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. ദൈവ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഈശോയുടെ വചനങ്ങളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നത് പോലും പരിശുദ്ധാരൂപിയാണ് എന്ന് ഈശോ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോമാലേഖനം 8:26 പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വലിയ നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാരൂപിയും നമ്മുടെ ആത്മാവോട് ചേർന്ന് നടത്തുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പൗലോസ്ലീഹ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ വഴിയിൽ പരിശുദ്ധാത്മാവിന് വലിയ പ്രസക്തിയുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ ഈ ആശയത്തെ ആവർത്തിച്ച് പറയുന്നു. മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുദ്ഘോഷിച്ചു. അതുപോലെ തന്നെ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇപ്രകാരം പ്രഘോഷിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദേവാലയത്തിലേക്ക് വരുന്ന വ്യക്തികളെക്കുറിച്ച് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. ശെമയോനും അന്നായും ദേവാലയത്തിൽ ഈശോയുടെ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് വരുന്നതിനെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് അവർ വന്നത് എന്നാണ്. അതായത് ഈശോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഈശോയിലേക്ക് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഇത് സുവിശേഷത്തിൻ്റെ ഹൃദയമാണ് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാരൂപിക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചോദിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ എൻ്റെ ഈശോയെ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. സാധാരണഗതിയിൽ സാധാരണ മനുഷ്യരാരും തന്നെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല എന്നുള്ള നിരീക്ഷണം ശരിയാണ്. പക്ഷെ നമ്മൾ ആരാധനാക്രമത്തിലൊക്കെ പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനകളുണ്ട്. അതായത് നമ്മൾക്കറിയാം, മിക്കവാറും പട്ടം കൊടുക്കൽ കർമ്മങ്ങളിലാകാം, സഭയുടെ പ്രധാനപ്പെട്ട കൗദാശിക പരികർമ്മങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ എന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, അങ്ങേ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം.
സഭയുടെ വിഖ്യാതമായ ഒരു ലത്തീൻ ആരാധനാ ഗീതം തന്നെയുണ്ട്. വേനി ക്രിയാത്തോർ സ്പിരിത്തു സാങ്തൂസ് എന്ന് പറയുന്ന, അതായത് സൃഷ്ടാവാം ആത്മാവേ വന്നാലും എന്ന് പറയുന്ന ആ ഒരു വലിയ ഗീതത്തോടെയാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ മിക്കവാറും എല്ലാ സുപ്രധാന കർമ്മങ്ങളും ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാരൂപിയോടുള്ള പ്രാർത്ഥന സഭയിൽ ഔദ്യോഗികമായിട്ടുണ്ടെങ്കിലും വ്യക്തി ജീവിതത്തിൽ അതില്ല. വ്യക്തി ജീവിതത്തിലും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ത്രിയേക ദൈവത്തിലെ മൂന്നാം ആളായ പരിശുദ്ധാത്മാവിനോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ നല്ല ഉൾക്കാഴ്ചകളിലൊന്ന് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്. ഇനി നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചാലും അത് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പ്രാർത്ഥനയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും ചിന്തിക്കുകയില്ല ഞാൻ ഇത്രയും സഹായിച്ചിട്ട് ഇവൻ ഇപ്പോഴും ഈശോയെയാണല്ലോ വിളിക്കുന്നത് എന്നുള്ള അസൂയൊന്നും പരിശുദ്ധാരൂപിക്കില്ല. നമ്മൾ ഈശോയെ വിളിക്കുമ്പോഴും പരിശുദ്ധാരൂപി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. പിതാവായ ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോഴും ഈശോ ആ പ്രാർത്ഥനയിൽ ഇടപെടുന്നുണ്ട്. പിതാവായ ദൈവം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതിനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പിതാവെ, അതിനോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് എന്ന് മതബോധന ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ മാമോദീസ അവസരത്തിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അതുപോലെ തന്നെ മറ്റു കുദാശകളും അതിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപപരമാണ് ഒരാളെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ കൂടുതൽ സഹായിക്കുന്നതെന്ന്. പലപ്പോഴും പലർക്കും ഉള്ള പ്രശ്നമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള പ്രാർത്ഥന സംബന്ധമായ പ്രശ്നങ്ങൾ. അത് ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സഹായിക്കാത്തത് കൊണ്ടാണോ ഈ പ്രശ്നം സംഭവിക്കുന്നത്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത് പരിശുദ്ധാരൂപി ഇങ്ങനെ വിവേചനം കാണിക്കുന്നതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് പ്രാർത്ഥനാനുഭവത്തിൽ വളരാൻ പറ്റാത്തത് എന്ന്. എല്ലാവരെയും ഒരേ രീതിയിൽ പരിശുദ്ധാരൂപി പ്രാർത്ഥനാനുഭവത്തിൽ വളർത്തുവോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ എനിക്കതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, വിശുദ്ധർ തന്നെ അവരുടെ ആധ്യാത്മിക രചനകൾ വായിക്കുമ്പോൾ ചിലർ അത്രമേൽ ഉയരങ്ങളിൽ എത്തിയ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ അത്രയും എത്തിയതായിട്ട് നമുക്ക് കാണുന്നില്ല. ചിലപ്പോൾ അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. എന്തുവാട്ടെ, എല്ലാവർക്കും ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത് എന്നൊരു വചനമുണ്ട്, അല്ലേ? അതായത് ദൈവം എല്ലാവർക്കും 500 ഗ്രാം പരിശുദ്ധാരൂപിയാണ് നൽകുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയാൽ. മറിച്ച് ഓരോരുത്തർക്കും ആവശ്യമുള്ളത്രയും അരൂപിയുടെ ദാനങ്ങളും ഫലങ്ങളും ദൈവം നൽകുന്നു. നമുക്കതിന് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ തന്നെ നോക്കുക. എല്ലാ വൈദികർക്കും ഒരേ രീതിയിലല്ല അവരിലൂടെ പരിശുദ്ധാരൂപിയുടെ ഫലങ്ങളും വരങ്ങളും സംലഭ്യമാകുന്നു. അതുകൊണ്ട് വ്യക്തികൾ തമ്മിൽ ഈ പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങളുടെ വിനിയോഗത്തിൽ വ്യത്യാസമുണ്ട് എന്നത് നമ്മൾക്ക് ദൃശ്യമായ ഒരു കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ വ്യത്യാസമുണ്ടോ? ചിലപ്പോൾ ഈ അത്ഭുതകരമായ വരദാനങ്ങളുള്ള വ്യക്തികളെക്കാളും പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ ഒരു വരവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വിവേചിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അല്ലെങ്കിൽ പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകൾ പലപ്പോഴും ശരിയാകണമെന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, പരിശുദ്ധാരൂപി എല്ലാവരെയും ഈശോയിലേക്ക് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധാരൂപിയുടെ ഈ വളർത്തൽ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരാതെ പോകുന്നെങ്കിൽ അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാരൂപി അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യബുദ്ധിയും പ്രതികാര ചിന്തയും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാരൂപിക്ക് പ്രവർത്തിക്കാനേ പറ്റിയല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ വെറുപ്പ്, വൈരാഗ്യബുദ്ധി, പ്രതികാര ചിന്ത അത് ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കും. രണ്ടാമതായി നമുക്കറിയാം, പരിശുദ്ധാരൂപി സ്നേഹത്തിൻ്റെ ആത്മാവായിരിക്കുന്നത് പോലെ വിശുദ്ധിയുടെ ആത്മാവാണ്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതുമ്പോൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ആകയാൽ സഹോദരങ്ങളെ എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുക. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. മറ്റെല്ലാ പാപവും ചെയ്യുന്നവൻ ശരീരത്തിന് വെളിയിൽ പാപം ചെയ്യുന്നു, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിൽ തന്നെ പാപം ചെയ്യുന്നു.
ഇത്തരം കാര്യങ്ങളിൽ പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തെ നമ്മൾ പരിശുദ്ധിയോടെ പരിരക്ഷിക്കണം. എല്ലാത്തരം അശുദ്ധിയിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, അവിഹിത ബന്ധങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ഈ ശരീരത്തെ സൂക്ഷിക്കാൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് തിരുസഭയുടെ ആത്മാവാണ്. സഭയ്ക്കാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകിയത്. 12 അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന സെഹിയോൻ ശാലയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കൂട്ടായ്മ, സെഹിയോൻ ശാലയിലെ ആ സാന്നിധ്യം തിരുസഭയെയാണ് പ്രകടമാക്കുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാരൂപിയുടെ അഭിഷേകം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടിയില്ല, പരിശുദ്ധാത്മാവ് എനിക്കൊന്നും തന്നില്ല എന്ന് കുറ്റം പറയുന്നതിന് പകരം ഈ 3 മേഖലകളിൽ നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. നമ്മൾ സ്നേഹത്തിൻ്റെ അരൂപിയിലാണോ ജീവിക്കുന്നത്? വിശുദ്ധിയുടെ വഴികളിലാണോ നമ്മുടെ ജീവിതം എന്ന് പറയുക? അതുപോലെ തന്നെ തിരുസഭയോട് ചേർന്നാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കണം. അപ്രകാരം നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാരൂപി നമ്മളെ കൂടുതൽ വരങ്ങളാലും കൃപകളാലും ദാനങ്ങളാലും ഫലങ്ങളാലും അനുഗ്രഹിക്കും എന്ന സത്യം ഓർക്കും. താങ്ക് യു പിതാവേ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ പേര് ടീനാസ് കറിയ പള്ളിവാതിക്കൽ. ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ ഇടവകയിലെ മതാധ്യാപികയാണ്. പിതാവേ, വചനം വായിക്കുമ്പോൾ നാം ദൈവത്തെ ശ്രവിക്കുന്നുവെന്ന് മതബോധന ഗ്രന്ഥം 2653 ഖണ്ഡികയിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ വചന വായനയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവസ്വരം ശ്രവിക്കുവാനുള്ള മറ്റു മാർഗങ്ങൾ ഏതൊക്കെയാണ്? ടീന ടീച്ചർ ചോദിച്ച ചോദ്യം, ദൈവസ്വരം ശ്രവിക്കാനുള്ള വഴി തിരുവചനം വായിക്കുകയാണ് എന്ന് മതബോധന ഗ്രന്ഥം പറയുന്നു. ദൈവസ്വരം തിരുവചനത്തിലൂടെ മാത്രമേ ശ്രവിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ടീച്ചർ ആദ്യം ചോദിച്ചത്. ഒരിക്കലുമല്ല, അങ്ങനെ മതബോധന ഗ്രന്ഥം പറഞ്ഞിട്ടുമില്ല. ദൈവസ്വരം ശ്രവിക്കാനുള്ള ഏറ്റവും ആധികാരികമായ കൃത്യതയാർന്ന വഴി തിരുവചനം ശ്രവിക്കുക എന്നുള്ളത് തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ ദൈവമായ കർത്താവ് നമ്മളോട് പല വ്യക്തികളിലൂടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ദൈവം മാതാപിതാക്കളിലൂടെ ആയിരിക്കും സംസാരിക്കുക. വിദ്യാർത്ഥികളോട് ദൈവം അധ്യാപകരിലൂടെ സംസാരിച്ചെന്നിരിക്കും. ഒരു രോഗിയോട് ദൈവം സംസാരിക്കുന്നത് ഡോക്ടറിലൂടെ ആയിരിക്കാം. അതല്ല എങ്കിൽ ഒരു വൈദികനോട് ദൈവം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെത്രാനിലൂടെ ആയിരിക്കും. മെത്രാനോട് ദൈവം സംസാരിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പായിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിലൂടെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. ഒരു സുഹൃത്തിനോട് ദൈവം സംസാരിക്കുന്നത് തന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിലൂടെ ആയിരിക്കും. ഒരു കുടുംബജീവിതക്കാരനോട് ദൈവം സംസാരിക്കുന്നത് അവൻ്റെ ജീവിത പങ്കാളിയിലൂടെ ആകാം. തീർച്ചയായും ദൈവസ്വരത്തിന് അനേകം വഴികളുണ്ട്, വാതായനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ നന്മ കാക്ഷിക്കുന്നവരുമായ മനുഷ്യരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദൈവസ്വരമായി തന്നെ നാം സ്വീകരിക്കുന്നത് തീർച്ചയായും അർത്ഥപൂർണമാണ്, ഗുണകരമാണ് എന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ട് ദൈവസ്വരം കേൾക്കാൻ അനേകം വഴികളുണ്ട്. ഇത് മാത്രമല്ല, ചിലർ പറയും, എന്നോട് രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു സ്വരം കേട്ടു, പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിർദ്ദേശമാണ്, ഞാൻ അതനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. അതിനെ നമ്മൾ സ്വകാര്യ വെളിപാടുകൾ എന്ന് പറയും. ഈ സ്വകാര്യ വെളിപാടുകളും ദൈവസ്വരങ്ങളാകാം. പക്ഷേ നമ്മളോട് മറ്റുള്ളവർ പറയുന്ന സ്വരങ്ങളാകാം, സ്വകാര്യ വെളിപാടുകളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളാകാം. ഏത് വഴികളിലൂടെ നാം ദൈവസ്വരം ശ്രവിച്ചാലും ആ ശ്രവിച്ച സ്വരം ദൈവത്തിൻ്റെ സ്വരം തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള വഴി എന്ന് പറയുന്നത് പൊതുവെളിപാടായ വിശുദ്ധ ഗ്രന്ഥം
വായിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ദൈവം പറഞ്ഞത് ദൈവം തന്നെയാണോ പറഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള വഴി ഏറ്റവും ഉറപ്പുള്ള ദൈവീക സ്വരമായ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകുന്ന പഠനങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് ഈ സ്വകാര്യ വെളിപാടാകട്ടെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളാകട്ടെ ഒത്തുപോകുന്നുണ്ട് എങ്കിൽ അത് ദൈവസ്വരമാണ്. അല്ല എങ്കിൽ ഇപ്പം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായൊരു കാര്യം ഒരു വ്യക്തിക്ക് സ്വകാര്യ വെളിപാടായി കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ നിരാകരിക്കണം, തള്ളിക്കളയണം. കാരണം പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും, നീ ആരുടെ പാപങ്ങൾ അഴിക്കുന്നുവോ അഴിക്കപ്പെട്ടിരിക്കും എന്ന് ഈശോ പത്രോസിനോട് പറഞ്ഞു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപം മോചിക്കാൻ ദൈവം പത്രോസിനും അതിലൂടെ ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ മറ്റുള്ളവർക്കും നൽകുന്ന അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു വചനമാണ്. കുമ്പസാരം എന്ന കൂദാശയ്ക്ക് അർത്ഥമില്ല, അത് ചുമ്മാ സഭ പറഞ്ഞുണ്ടാക്കിയതാണ്, ആരും കുമ്പസാരിക്കാൻ പോകണ്ട എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വകാര്യ വെളിപാട് നിങ്ങൾക്കുണ്ടായാൽ ആ വെളിപാട് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഉറപ്പുള്ള വെളിപാടായ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കിയായിരിക്കണം. അതാണ് മതബോധന ഗ്രന്ഥം നൽകുന്ന സന്ദേശം. ടീന ടീച്ചർ ചോദിച്ചതുപോലെ നമുക്കെല്ലാ വഴികളിലൂടെയും ദൈവസ്വരം കിട്ടും. പക്ഷേ കിട്ടുന്ന സ്വരങ്ങളൊക്കെയും ദൈവസ്വരമാണോ എന്ന് വിവേചിച്ചറിയാനുള്ള സഭയുടെ അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവസ്വരമായ തിരുവചനം തന്നെയാണ്. പിതാവേ, അതിനോടനുബന്ധിച്ച് തന്നെ ദൈവം നമ്മോട് അധ്യാപകരിലൂടെയും അധികാരികളിലൂടെ ഒക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചിലരോട് ഈ ദൈവം അല്ലെങ്കിൽ അധികാരികളിലൂടെ സംസാരിക്കുമ്പോൾ അവരതിന് വിധേയരാകുന്നു, അതനുസരിക്കുന്നു, അതിലൂടെ അവരുടെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ മറ്റു ചിലരാകട്ടെ തൻ്റെ ആ സ്വരം ശ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അത് ദൈവം ഇടപെടാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, വലിയ പാപികളായിട്ടുള്ള മനുഷ്യരും ചെറിയൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാർ അല്ലെങ്കിൽ ചിലർ എത്ര പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വേർതിരിവ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? അതായത് ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ചിലർ മാനസാന്തരപ്പെടുന്നു, ചിലർ മാനസാന്തരപ്പെടുന്നില്ല, ചിലർ നല്ല ഉപദേശങ്ങൾ കേട്ടാൽ സ്വീകരിക്കുന്നു, ചിലർ സ്വീകരിക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ ദൈവാരൂപിയുടെ പ്രചോദനങ്ങളോട് സഹകരിക്കുന്നവരാണോ അതോ സ്വന്തം ഇഷ്ടങ്ങളുടെ തടവറയിൽ കഴിയുന്നവരാണോ? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. എനിക്ക് എൻ്റേതായ പിടിവാശികളും എൻ്റെ അഹന്തയും ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പുണ്ട് എന്നുള്ള പിടിവാശിയുമായി ഞാൻ നിൽക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തിയെ നമുക്ക് മാനസാന്തരപ്പെടുത്താനോ തിരുത്താനോ പറ്റിയല്ല. അതേസമയം തിരുത്തണം എങ്കിൽ വേണ്ട ഒന്നാമത്തെ മനോഭാവം എന്താണ്? എനിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഞാൻ തെറ്റ് പറ്റാവുന്ന ഒരു മനുഷ്യനാണ്, എൻ്റെ അറിവ് ഈ മേഖലയിൽ പരിമിതമാണ്, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതിൽ നല്ല കാര്യങ്ങളുണ്ടാകാം, ആ വ്യക്തി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ആ വ്യക്തിക്ക് എന്നെക്കാളും അറിവുണ്ട് എന്ന് അംഗീകരിക്കാൻ തക്ക വിധത്തിലുള്ള എളിമയുടെ മനോഭാവങ്ങൾ ആത്യന്തികമായി നമ്മളിൽ രൂപപ്പെടണം. ആ എളിമയില്ലാതെ പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ നാം അവഗണിക്കുക. പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളിൽ നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ എന്ന് ചോദിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മനോഭാവം ആത്യന്തികമായി പ്രശ്നങ്ങളെ വഷളാക്കുകയുള്ളൂ. എനിക്കെല്ലാം അറിയാം, നീ ഒന്നും അറിയാത്തവൾ എന്ന മട്ടിൽ ഭാര്യയോട് മനോഭാവം പുലർത്തുന്ന ഒരു ഭർത്താവിന് ഭാര്യയുടെ ഉപദേശം കേട്ട് നന്നാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അസാധ്യമാണ്. അതുകൊണ്ട് പലപ്പോഴും അത് ദൈവത്തിൻ്റെ കുഴപ്പമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ തന്നെ പിടിവാശികളിലും ദുർമോഹങ്ങളാലും വശീകരിക്കപ്പെട്ട് നാം ജീവിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന അപകടമാണ് മറ്റുള്ളവരുടെ നന്മ നിറഞ്ഞ വാക്കുകളെ അവഗണിക്കാൻ ഇടവരുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. താങ്ക് യു പിതാവേ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഗ്രെയിൻ മണ്ണൂർ. ഞാൻ പൈസക്കരി ഇടവകാംഗമാണ്.
പിതാവേ, എൻ്റെ ചോദ്യം, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൽ വിശുദ്ധർക്ക് വലിയ പങ്കുണ്ട്. വിശുദ്ധരോട് മാധ്യസ്ഥം വഹിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നുമുണ്ട്. വിശുദ്ധരോട് മാധ്യസ്ഥം വഹിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഗ്രെയിനിൻ്റെ ചോദ്യം, വിശുദ്ധരുടെ മാധ്യസ്ഥം അത് സഭ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഒരാൾ വിശുദ്ധരുടെ ഒന്നും മാധ്യസ്ഥം തേടാതെ ഈശോയോട് മാത്രം പ്രാർത്ഥിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതാണ് ഗ്രെയിനിൻ്റെ ചോദ്യം. അതിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നുള്ള ഒരു തെറ്റുമില്ല. കാരണം എന്താണ്? വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മൾ തേടുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈശോയിലേക്ക് വളരാൻ വേണ്ടി മാത്രമാണ്. നമ്മളാരും വിശുദ്ധരിലേക്ക് വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അല്ല. അങ്ങനെ ഒരു വളർച്ചയില്ല താനും. നമുക്ക് അൽഫോൻസാമയിലൂടെ രക്ഷ കൈവന്നു എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ചാവറപ്പിതാവിലൂടെയാണ് രക്ഷ വന്നത് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അവരൊക്കെ വിശുദ്ധരായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം മുഴുവനും അവർ ഈശോയിലേക്ക് വളരാൻ വേണ്ടി ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. അവരുടെ മാധ്യസ്ഥം തേടുന്നവരെയും അവർ ഈശോയിലേക്ക് എത്തിക്കാനാണ് പരിശ്രമിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ ആരെയും നേരിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അമ്മയല്ല. പരിശുദ്ധ അമ്മ ഈശോയിലൂടെയാണ് എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് എന്ന് അമ്മ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് ഈശോയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവും. അതുകൊണ്ട് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിയില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈശോയിലേക്ക് വളരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ വെൽ ആൻഡ് ഫൈൻ, നിങ്ങൾ ആ രീതിയിൽ തന്നെ ജീവിച്ചോളൂ. ഇനി വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളിൽ ജീവിക്കുന്ന നമുക്ക് വിശുദ്ധരുടെ മാതൃക ഒരു വലിയ പ്രചോദനമാണ്. അതുപോലെ നല്ലൊരു വഴികാട്ടിയാണ്. ഈ വിശുദ്ധരെങ്ങനെയാണ് ജീവിച്ചത്, അവരെങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിച്ചത്, അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചത് എന്ന് അവരുടെ മാതൃക കണ്ട് നമ്മൾ പഠിക്കുന്നതും അവരെ അനുകരിച്ച് ഈശോയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതും എളുപ്പമുള്ള ഒരു മാർഗമാണ്. ആ എളുപ്പമുള്ള മാർഗം നമ്മൾ അനുധാവനം ചെയ്യുന്നത് നല്ലതാണ്. വിശുദ്ധരെ മാതൃകയാക്കുന്നത് ആത്മീയ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കും എന്ന് മാത്രമേ സഭ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുള്ളൂ. താങ്ക് യു പിതാവേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മതബോധന ഗ്രന്ഥത്തിലെ അവസാന ഭാഗമായ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയ അഭിവന്ദ്യമാർ ജോസഫ് പമ്പ്ളാനി പിതാവിന് ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ചോദ്യോത്തര പരിപാടിയിൽ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ അധ്യാപകർക്കും ശാലോം ടി വിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.